പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്ക് പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം. ബജറ്റ് സമ്മേളനം സുഗമമായി നടത്താനുള്ള സഹകരണം സർക്കാർ പ്രതിപക്ഷത്തോട് തേടും. ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരണം. അനൂപ് ദാസിന്റെ വിശദാംശങ്ങൾ നൽകാനായി. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. എന്താണ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? സുഗമമായി ബജറ്റ് അവതരണത്തിനുള്ളൊരു അവസരമൊക്കെ ചോദിക്കും അല്ലേ? നാളെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. ഞായറാഴ്ച, അതായത് ഫെബ്രുവരി 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കും. വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ബംഗാളിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും അസമിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതെല്ലാം പരിഗണിച്ചുള്ള ഒരു ബജറ്റായിരിക്കും വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ബജറ്റ് സമ്മേളന കാലയളവ് സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന നിലയിൽ മന്ത്രി കിരൺ റിജിജു ആണ് സർക്കാരിന് വേണ്ടി ഇടപെട്ട്, പാർലമെന്ററി കാര്യ മന്ത്രി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാറ്റി അവസാനിപ്പിച്ച് പുതിയൊരു പദ്ധതി കൊണ്ടുവന്നത് തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ആനുകൂല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ പ്രക്ഷോഭം രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസും CPM-ഉം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ നടത്തുന്നുണ്ട്. അത് സഭയിലേക്ക് ഉന്നയിക്കും. അതിൻ്റെ കൂടെ തന്നെ SIR-ൽ ലക്ഷക്കണക്കിന്, ചിലയിടങ്ങളിൽ കോടിക്കണക്കിന് വോട്ടർമാർ പുറന്തള്ളിപ്പോകുന്നു. ഈ വിഷയവും ഉന്നയിക്കും. ശരി, അനൂപ് ദാസാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. പാർലമെന്റ് സമ്മേളനം സുഗമമായി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ 11 മണിക്ക് പാർലമെന്റ് മന്ദിരത്തിൽ സർവകക്ഷി യോഗം ചേരും. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നൽകിയത്.